തെറ്റ് മനുഷ്യന് സംഭവിച്ചു പോകും. മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ മലക്കല്ല. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യന്റെ തെറ്റെന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും അല്ലാഹു തആല ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയ നിങ്ങളെ അതേ തെറ്റിൽ അല്ലാഹു പെടുത്തുകയും ചെയ്യുന്നു. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരാൾ കള്ളുകുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല കൊലപാതകം ചെയ്തു, ഒരു മയക്കുമരുന്നിന് അടിമയായി, ഇതിങ്ങനെ പറഞ്ഞു കിടക്കുക. 24 മണിക്കൂർ ഇതന്നെ പറയുന്നവരോട് മുഴുവനും ആ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല, ഈ കാര്യം മാത്രം. എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ കാണിച്ചു, ഈ തെറ്റ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും. ഒരു മനുഷ്യൻ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, അത് തെറ്റാണെങ്കിൽ. അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത്, പരിഹസിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇബ്തിലാഇന്റെ ലോകമാണ്, ഇത് പരീക്ഷണത്തിന്റെ ലോകം. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഇന്ന് പെർഫെക്റ്റാണ്, നാളെ ഇംപെർഫെക്റ്റായിട്ട് മാറിയേക്കാം, മറ്റന്നാൾ മാറിയേക്കാം, അത് കഴിഞ്ഞ് പെർഫെക്റ്റായി തിരിച്ചു വന്നേക്കാം. ഇതൊക്കെ അല്ലാഹുവിനെ അറിയും. ഞാൻ ഏർവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞെന്തെന്നറിയോ, കരഞ്ഞുപോയി. പലരും വന്നിട്ട് ഉസ്താദെ നിങ്ങൾ വഴുതു പറയുമ്പോൾ സിഹറിനെ കുറിച്ചൊന്ന് പറയണം. ഉസ്താദ്, ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി. മുട്ടയാണല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ. ഇല്ല, അള്ളാഹു കാക്കമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു. 10ാം ക്ലാസ് +2 1ാം റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. ഇവിടെ ഇങ്ങനെ ഓടി നടക്കുക. നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ. ഒരിക്കലും സിഹർ ചെയ്യല്ലേ പെങ്ങളെ. സിഹർ ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാടിയിൽ. അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ, എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത്, ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ്. എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പിറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ് എന്തിനാ സഹോദര? നമ്മൾ എന്തിനാ മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലല്ലോ. ഓരോന്നെത്തിയും കാലം. കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാണണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ. അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്. ഞാനൊരു മനുഷ്യരെ കണ്ടു, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ഉള്ളത്. ഇപ്പൊ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളൊരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചെന്ന്, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ ഖുർആൻ പഠിച്ചവനാ. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടിപ്പോകണേ. നമ്മുടെ ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പുറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അല്ലാഹു അവന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ